أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാവങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കുമാറാകട്ടെ. അതിനുശേഷം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ വചനം കേൾക്കാനുള്ള ഇരുത്തത്തെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. സൂറത്തുൽ ബാഹിദയിലെ 105-ാമത്തെ ആയത്ത്, ഒരായത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അവനവന്റെ കാര്യത്തെ വല്ലാതെ ശ്രദ്ധിക്കണം. ലാ യളുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. ലാ യളുറുക്കും മൻ ളല്ല, വഴിപിഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. സത്യത്തിൽ നിന്ന് വഴിമാറി വഴിപിഴച്ചു പോയ ആളുകൾ എത്ര തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ദ്രോഹവും വരുത്താൻ കഴിയുകയില്ല. എപ്പോ ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നേർവഴി പ്രാപിച്ചവരാണ് എങ്കിൽ. എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ്. അതായത് ഈ ആയത്തിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇത് ജാമിഉം മാനിഉമായ ആയത്താണെന്നാണ്, വചനങ്ങളാണെന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ ഒരുപിടി കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സിമ്പിളായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിന്റെ തുടക്കം, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം. അത് ഈമാനിന്റെ വിഷയത്തിലായാലും അഅമാലിന്റെ വിഷയത്തിലായാലും ഹുക്കൂക്കുകൾ പാലിക്കുന്ന വിഷയത്തിലായാലും അഖ്ലാഖിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലാണെങ്കിൽ പോലും നിങ്ങൾ വളരെ ഗൗരവത്തോടെ ജാഗ്രത പുലർത്തണം. അങ്ങനെ പുലർത്തുകയാണ് എങ്കിൽ വഴിപിഴച്ചുപോയ ആളുകൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കും, ദ്രോഹിക്കും എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം അള്ളാഹുവിന്റെ പൂർണ്ണമായ സംരക്ഷണവും കാവലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല. ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും വരുത്താൻ അവരെ കൊണ്ട് കഴിയുകയില്ല. ഒരു കണ്ടീഷൻ, ഇദാ ഇഹ്തദൈതും, നിങ്ങൾ നേർവഴി പ്രാപിച്ചവരായിരിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളുടെ മുഴുവൻ മനുഷ്യരുടെയും മടക്കം അല്ലാഹുവിലേക്കാണ്. നേർവഴി പ്രാപിച്ചവരും നേർവഴി പ്രാപിക്കാത്തവരും വഴിവിടച്ചവരും ആരുമായിക്കൊള്ളട്ടെ, മുഴുവൻ മനുഷ്യരുടെയും മടക്കം റബ്ബിന്റെ മുന്നിലേക്കാണ്. അവിടെ പോയിട്ടേ കാര്യം തീരുകയുള്ളൂ. നീ ഏതെല്ലാം തരത്തിൽ മനുഷ്യൻ ജീവിച്ചാലും റബ്ബിന്റെ മുന്നിൽ ഒരു ദിവസം പോയി നിൽക്കണം. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിങ്ങളെ മടക്കപ്പെടും, മുഴുവൻ മനുഷ്യരെയും മടക്കപ്പെടും. എന്നിട്ടോ ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച സകലതും അല്ലാഹു പുറത്തേക്ക് വാരിയിടും. സകലതും അല്ലാഹു വാരിയിടും. എന്നിട്ട് ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ബോധ്യപ്പെടുത്തും. അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ഇന്നിടത്ത് വെച്ച് ഇന്ന സമയത്ത് വെച്ച് ഇന്ന ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ന വസ്തുക്കളെ സാക്ഷിയാക്കി
നിങ്ങളിത് ചെയ്തില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിയിട്ട് നിങ്ങളെ അല്ലാഹു ധരിപ്പിക്കും. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ് ആര്? ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാമറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നു. ആരുടെ മുന്നിൽ? ജനങ്ങളുടെ മുന്നിൽ. ഖലീഫയാണ്. ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഫഹമിദല്ലാഹ വ അത്നാ അലൈഹി, ആദ്യമായി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ വാഴ്ത്തി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നകും തഖ്റഊന ഹാദിഹിൽ ആയ, നിങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്യുന്നുണ്ടല്ലോ. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുകും മൻ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. അഥവാ നിങ്ങൾ നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വഴിപിഴച്ചു പോയവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങളുടെ മേൽ വരുത്താൻ കഴിയുകയില്ല. നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണ് എങ്കിൽ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബൂബക്കർ റളിയല്ലാഹു പറയാണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആയത്ത് ഓതി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നൻ നാസ ഇദാ റഅഉൽ മുൻകറ വലാ യുഗയ്യിറൂനഹു, ജനങ്ങൾ ദീനിന് വിരുദ്ധമായ ഒരു മോശ നീച പ്രവർത്തനം കാണുകയാണ്. എന്നിട്ട് വലാ യുഗയ്യിറൂനഹ, ആ നീച പ്രവർത്തനത്തിനെ തടയാനോ അതിനെ മാറ്റം വരുത്താനോ ശ്രമിക്കുന്നതേയില്ല. യാതൊരു ശ്രമവും നടത്തുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യൂഷിഖുല്ലാഹു അസ്സ വജല്ല അൻ യഉമ്മഹും ബിഇഖാബിഹി, അല്ലാഹു അവന്റെ ശിക്ഷ ഇറക്കി മുഴുവൻ എണ്ണത്തെയും അല്ലാഹു തആല ആ ശിക്ഷയുടെ ഉള്ളിൽ ഉൾപ്പെടുത്തും. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു തിന്മ നടക്കുമ്പോൾ ആ തിന്മയെ മാറ്റപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ഈ ആയത്തിന്റെ ഗൗരവം പറയുന്നത്. ആ തിന്മയെ മാറ്റപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എത്ര തിന്മകൾ നമ്മുടെ മക്കൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ചിലവിൽ കഴിയുന്ന നമ്മുടെ ഭാര്യ ചെയ്യുന്നുണ്ട്. ഈ തെറ്റെന്ന് പറയുമ്പോൾ കള്ളുകുടിക്കലും ചീട്ട് കളിക്കലും ഇത് മാത്രമൊന്നുമല്ല തെറ്റെന്ന് പറയപ്പെടുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾക്ക് വിരുദ്ധമായ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വീട്ടിലുള്ളവർ അവർ ചെയ്യുന്നുണ്ട്. നമുക്കെന്താ ബാധ്യതയില്ലേ? അതിനെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ അവിടെ മൗനം പാലിക്കുകയാണെങ്കിൽ യൂഷിഖുല്ലാഹു അസ്സ വജല്ല അൻ യഉമ്മഹും ബിഇഖാബിഹി, അള്ളാഹുവിന്റെ ശിക്ഷ വ്യാപകമായി വരുന്നത് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വീണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യുഹന്നാസ് ഇയ്യാകും വൽ കദിബ, ഏ ജനങ്ങളെ, നിങ്ങൾ കള്ളത്തിനെ സൂക്ഷിച്ചുകൊള്ളു, കള്ളം പറയുന്നതിനെ സൂക്ഷിച്ചുകൊള്ളു. കാരണം ഫഇന്നൽ കദിബ മജാനിബുൽ ഈമാൻ, കള്ളം പറയുന്നത് അത് ഈമാനിനെ തടയുന്ന കാര്യമാണ്. ഈമാനിനെ തടയുന്ന കാര്യം. ഇത് രണ്ടും കൂടെ എന്താകത്തില്ല, ചേരത്തില്ല, ഒരുമിച്ച് കൽപ്പിലുണ്ടാവില്ല. എന്തുണ്ടാവില്ല? ഈമാനും കളവും. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, കളവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. നോക്കൂ, നിങ്ങൾ ഒരായത്ത് കേട്ടപ്പോ ആ ആയത്തിന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇത്തരം വിഷയങ്ങളുണ്ട് എന്ന് സൂക്ഷ്മജ്ഞാനികളായ ഖുലഫാഉർ റാഷിദീങ്ങൾ, പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ മനസ്സിലാക്കിയ ഗൗരവതരമായ കാര്യമാണ് ഇവിടെ പറയപ്പെട്ടത്.
അള്ളാഹു നമുക്കും അത് സൂക്ഷിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തത് നമ്മുടെ വ്യക്തി ജീവിതത്തിനെ ശ്രദ്ധയോടെ നമ്മൾ നോക്കിക്കാണുക. കാരണം ഏതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു നാൾ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടവരാണ്, റബ്ബിന്റെ സൗജത്തിലേക്ക് പോകേണ്ടവരാണ്. നാളെ നമ്മുടെ രഹസ്യവും പരസ്യവും മുഴുവൻ അള്ളാഹു തല എടുത്ത് ഇടുന്നതാണ്. റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണ്. അള്ളാഹു ആ ചിന്തയും ആ ബോധവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകൾ നമ്മുടെ മുന്നിൽ പരസ്യമായി നടക്കുമ്പോൾ അതിനെ മാറ്റപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്ത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട അഥവാ വസിയത്തുമായി ബന്ധപ്പെട്ട വിഷയം, അഥവാ മരണമാസന്നമാകുന്ന ആളുകൾ വസിയത്ത് ചെയ്യണം. പക്ഷേ ഇനി രണ്ട് ആയത്ത്, അടുത്ത രണ്ടായത്ത്, ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ നിയമം ഇപ്പൊ ഇല്ല. ആയത്ത് അതുപോലെ തന്നെ ഖുർആനിലുണ്ട്, പക്ഷെ ആ ആയത്തിന്റെ നിയമം പ്രാബല്യത്തിൽ ഇല്ല. ആ നിയമത്തിന് അസ്ഥിരപ്പെടുത്തപ്പെടും. അതിന് ഖുർആനിന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ പറയുന്നത് മൻസൂഖായി പോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആയത്ത് അങ്ങനെ തന്നെ ഉണ്ട്, ആ നിയമം മാറ്റപ്പെട്ടു. വേറെ നിയമം വന്നപ്പോൾ ആ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഈ നിയമം മാറ്റപ്പെട്ടു. അങ്ങനെയുള്ള പ്രത്യേകതയാണ് അടുത്ത നമ്മൾ ഇൻഷാ അല്ലാഹ് കേൾക്കാൻ പോകുന്ന വസിയത്തിനെ സംബന്ധിച്ച്. അഥവാ മരണം ആസന്നമാകുമ്പോൾ വസിയത്ത് ചെയ്യണം എന്ന് പറയുന്ന ആയത്ത്. എല്ലാ വസിയത്തും അല്ല, ഈ പറയപ്പെടാൻ പോകുന്ന വസിയത്തിൻ്റെ വിഷയം. അള്ളാഹു കേൾക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ എടുത്തു വെച്ച് നോക്കണം. ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന ഈ ആയത്തുകൾ, ഈ അർത്ഥം മനസ്സിനകത്ത് വെച്ചുകൊണ്ടിട്ട് നമ്മൾ ആവർത്തിച്ച് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു തആല ചെയ്യും.